വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ലൊരു ചോക്ലേറ്റ് കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത്, അത് വളരെ പെട്ടെന്ന് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ മെത്തേഡിലാണ്. അതിനുവേണ്ടി നമ്മളിവിടെ ഒരു 3/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു അരിപ്പയിലൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാവേ. കൂടെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നമുക്കിനി ഇത് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 മുട്ടയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഈ 4 മുട്ടയും നമുക്ക് ഒരു വെള്ളനനവൊന്നും ഇല്ലാത്ത പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഞാനിവിടെ എടുത്ത മുട്ടയിൽ 2 കരു വെച്ച് മഞ്ഞക്കരു വെച്ച് ഉള്ള മുട്ടയാണ്. അപ്പോൾ ആ മുട്ടയെല്ലാം നമുക്കൊന്ന് പൊട്ടിച്ചെടുത്ത് വെക്കാം. വളരെ സിമ്പിളാണ് നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാൻ. നമ്മൾ ഓവനൊന്നും ഇല്ലാണ്ടാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നതിൽ. അതിലേക്കൊരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഇല്ല എങ്കിൽ നമുക്ക് മിക്സിയുടെ ഒരു ജാറിൽ അടിച്ചെടുത്താലും മതി. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് പഞ്ചസാരയാണ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളത്. അതും കൂടെ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ചിടണ്ട. ഒരു 2-3 ബാച്ചായിട്ട് നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതുപോലൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ബീറ്റ് ചെയ്ത് പതപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് വാനില എസൻസ് ആണ്. അത് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്തൊക്കെ എടുത്തിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റാക്കി എടുക്കാം. ഒരുപാട് ബീറ്റാക്കേണ്ട, ചെറിയ രീതിയിൽ എല്ലായിടത്തും ഒന്ന് പറ്റത്തക്ക രീതിയിൽ നമുക്കൊന്ന് ബീറ്റാക്കി എടുത്താൽ മതി. ഇത്രയും മതി. ഇനി നമ്മളിവിടെ അരിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പൊടികൾ അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം, മുഴുവനായി ചേർത്ത് കൊടുക്കണ്ട. കുറേശ്ശെയായി ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. എല്ലാം ഒത്തിരി അങ്ങ് കുത്തിക്കുഴച്ച് മിക്സ് ആക്കണ്ട. അങ്ങനെ ആക്കിയാൽ നമ്മുടെ കേക്ക് ഹാർഡായി പോവും. അപ്പം നമ്മൾ ഇതെല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ ബട്ടർ പേപ്പർ വച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് 1 kgയുടെ ഒരു കേക്കാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളിവിടെ ഒരു പഴയ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് അടുപ്പത്ത് വെച്ച് ഒരു 5 മിനിറ്റ് നമ്മൾ ചൂടാക്കി എടുത്തിട്ടുള്ളൊരു പാത്രമാണ്. അതിലേക്ക് ഒരു റിങ്ങും കൂടെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച് നമ്മുടെ കേക്ക് ബാറ്റർ വെച്ച് കൊടുക്കാം. ഇത് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഒരു 30-35 മിനിറ്റ്. ഓരോ പാത്രത്തിൻ്റെയും തീയുടെയൊക്കെ കണക്കനുസരിച്ച് പല രീതിയിൽ 30-35 ഒക്കെ ആവും. എങ്കിൽ 30 മിനിറ്റ് ആവുന്നത് വരെ നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ലിഡ് വെച്ചിട്ടാണ് അടച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനകത്തെ ഒരു ഹോള് ഞാനൊരു പേപ്പർ വെച്ച് അടച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ആവിയൊന്നും പുറത്ത് പോകാണ്ട്. അപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞ് ഞാനിവിടെ എടുത്ത് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഒരു ഈർക്കിൽ വെച്ചൊന്ന് കുത്തി നോക്കിയിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കേക്ക്. ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്നും നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് കേക്കാണ്. ഇനി ഇത് ഡെക്കറേഷൻ ചെയ്യുന്ന വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്